സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ കടയടപ്പ് സമരത്തിലേക്ക്. വേതന വർധന നടപ്പിലാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ നിലപാട്. കേരളത്തിലെ 14,000-ഓളം വരുന്ന റേഷൻ കടകൾ അടഞ്ഞുകിടക്കുമെന്ന റേഷൻ വ്യാപാരികൾ. തിരുവനന്തപുരത്ത് നിന്നും മഞ്ജു ജയപ്രകാശും, കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനും, കോഴിക്കോട് നിന്ന് രമ്യ ദാസുമുണ്ട്. ആദ്യം രമ്യ ദാസിലേക്കാണ്. രമ്യ, റേഷൻ വ്യാപാരികൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും റേഷൻ വ്യാപാരികൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. 2 തവണയായിട്ട് മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും ഈ ചർച്ചയൊന്നും ഫലം കണ്ടില്ല. തുടർന്നാണ് ഇന്നു മുതൽ അനിശ്ചിതകാലമായ സമരം ഇവർ ആരംഭിച്ചിട്ടുള്ളത്. അതായത് വേതന വർധനവ് തന്നെയാണ് ഇവരുടെ മുഖ്യമായ ആവശ്യം. എന്നാൽ ഇതിൽ കടുത്ത നിലപാട് തന്നെയാണ് സർക്കാരും കൈക്കൊള്ളുന്നത്. വേതന വർധനവ് സാധ്യമല്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാരുമുള്ളത്. 2 തവണയുമായി ഇത്തരത്തിൽ റേഷൻ ഡീലേഴ്സുമായിട്ടും റേഷൻ വ്യാപാരികളുമായിട്ടെല്ലാം മന്ത്രി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ 2 ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വേതന വർധനവ് നടപ്പിലാക്കണം എന്ന ആവശ്യവുമായിട്ട് ഇവർ അനിശ്ചിതകാലമായ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ റേഷൻ ഡീലേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് അലി ഉണ്ട്. അദ്ദേഹം ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ ഇന്ന് മുതൽ അനിശ്ചിതകാല സമരമാണല്ലോ നിങ്ങൾ തുടങ്ങുന്നത്? തീർച്ചയായിട്ടും. റേഷൻ വ്യാപാരികൾ ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരം ചെയ്യല്ല, ജീവിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏകദേശം 10,000 വരുന്ന റേഷൻ കടകളുടെ വരുമാനം 5,000-ൻ്റെയും ഒരു 22,000-23,000-ൻ്റെ ഇടയിലാണ്. മന്ത്രി പറഞ്ഞു കേരളത്തിലെ 11,000 വരുന്ന റേഷൻ വ്യാപാരികൾക്ക് 15,000-ൻ്റെയും 30,000-ൻ്റെയും ഇടയിൽ വരുമാനമുണ്ടെന്നാണ്. അങ്ങനെയുള്ള 15,000-ൻ്റെയും 30,000-ൻ്റെയും വരുമാനമുള്ള 2,600 കടകളാണ്. ഈ മന്ത്രി പറഞ്ഞ വരുമാനം തന്നെ കണക്കൂട്ടാം. ഈ വരുമാനത്തിൽ നിന്നും കടവാടക, സെയിൽസ്മാൻ്റെ ശമ്പളം, കറണ്ട് ചാർജ്, മറ്റു ചിലവുകൾ കഴിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ബാക്കിയാകുന്നത് ചെറിയ കടക്കാർക്ക് 1,000 ആണെങ്കിൽ ഒരു വലിയ കടക്കാർക്ക് ഒരു 3,000, 4,000, 6,000 വരെയാണ്. ഇതുകൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ? 2018 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു വേതന പാക്കേജ് തന്നത്. അത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് കാരണം ഒരു സാധാരണ കൂലിക്കാരന് ഗവൺമെൻറ് നിശ്ചയിച്ച കൂലി 750 രൂപയാണ്. ഇതൊക്കാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് അന്ന് പറഞ്ഞപ്പം അന്ന് ഞങ്ങൾക്ക് എന്ത് തന്നാലും ഞങ്ങൾ 2 കുടുംബത്തിനുള്ളതാണ്, ഒരു വ്യാപാരിക്കും ഒരു സെയിൽസ്മാനും. അതുകൊണ്ട് ഇത് 2 കുടുംബത്തിന് ജീവിക്കാൻ ഒതുങ്ങുന്നതല്ല എന്ന് മുഖ്യമന്ത്രി ധരിപ്പിച്ച 6 മാസം കഴിഞ്ഞ് ഈ വിഷയം നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 6 മാസത്തിൻ്റെ ഇടയിലാണല്ലോ ഈ നാട് ആകെ നടുങ്ങിയ വെള്ളപ്പൊക്കവും കോവിഡും നിവിയൊക്കെ വന്നു. ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിഷയം. അങ്ങനെയാണ് 2022 വീണ്ടും ഞങ്ങൾ സമരം. ഒറ്റ ദിവസം കൊണ്ട് സമരമല്ല, മറ്റു സംഘടനകളുമായി ഒരു നോട്ടീസ് കൊടുത്ത് നാളെ സമരമല്ല, 1 വർഷമായി നിരന്തരമായിട്ട് കക്ഷി നേതാക്കളെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, നിരന്തരം ഒരു പ്രാവശ്യമൊന്നുമല്ല, പലപ്പോഴായി കണ്ടു, ധനമന്ത്രിയൊക്കെ കണ്ടു. ഞങ്ങളുടെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാവണം. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾ, മറന്നുപോകരുത്, 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന 3.5 കോടി ജനങ്ങളുടെ കന്നം കൊടുക്കുന്ന ഈ പ്രസ്ഥാനം നിങ്ങളിങ്ങനെ അവഗണിക്കരുത്. അത് മാത്രമാണോ? ഞങ്ങളുടെ വേതനം 2 മാസത്തിലൊരിക്കലാണ് ലഭിക്കുന്നത്. പണിയെടുത്ത ചില്ലറ പൈസ തന്നെ കിട്ടുന്നത് 2 മാസത്തിലൊരിക്കൽ, അതും യഥാസമയം കിട്ടുന്നില്ല. ഞങ്ങൾ വളരെ മിതമായ ഒരാവശ്യം, ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല, വലിയ ആഗ്രഹമില്ല. റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാടിന് കടപ്പെട്ടവരാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നാടിൻ്റെ പട്ടിണി മാറ്റുന്നവരാണ്. എന്ത് ക്രൈസിസ് ഉണ്ടായാലും കേരളത്തിൽ ആദ്യം പ്രഖ്യാപിക്കുന്നത് സൗജന്യ റേഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സൗജന്യ റേഷനാണ്. അതായത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കേരളം പനി പിടിച്ച് വെറുങ്ങലിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്നും പ്രഖ്യാപിച്ചു സൗജന്യ റേഷൻ. ഈ വെള്ളപ്പൊക്കത്തിന് അതേ സമയത്ത് കോവിഡ് വന്ന് കേരളം നടുങ്ങിയ സമയം അന്നും പ്രഖ്യാപിച്ചു സൗജന്യ റേഷൻ. അത് മാത്രമാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ കോവിഡ് കാലത്ത് എല്ലാ മേഖലകളും അടഞ്ഞു കിടന്നില്ലേ? അന്നും ഞങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ പട്ടിണി മാറ്റാൻ, കേരളത്തിലെ ജനങ്ങളെ പൾസറിയുന്ന, കേരളത്തിലെ ജനങ്ങളുടെ പട്ടിണി അറിയുന്ന ഈ വിഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കറിയുള്ളൂ. ഞങ്ങളെ കുടുംബത്തെ 600, 700, 800 കുടുംബങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ റേഷൻ കട നടത്തുന്നത് എവിടെയാണ്? ഞങ്ങളുടെ നാട്ടിലാണ്. ഞങ്ങളെ കുടുംബങ്ങളാണ്, ഞങ്ങളെ സുഹൃത്തുക്കളാണ്, ഞങ്ങളെ അയൽക്കാരാണ്, ഞങ്ങളെ കാട്ടുടമകൾ. അവരെ വിഷമം അറിയുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് ഞങ്ങൾ എല്ലാം മറന്നു. സർക്കാരിൻ്റെ ഒരു സഹായം ഉണ്ടായിട്ടില്ല. എന്നിട്ടും അന്ന് 65 ജീവൻ കൊടുക്കേണ്ടത് ഞങ്ങൾക്കാണ്. ഒരു സർവീസ് മേഖലയിൽ 65 ജീവൻ പൊലിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് 10 പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആ കുടുംബത്തെ ഇന്നും അനാഥരാണ് അവർ. അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളും പാവങ്ങളാണ്.
കാരണം അപ്പോൾ ഇതിലിപ്പോൾ 2 തവണ മന്ത്രിയുമായി ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചയും പരാജയമാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ സ്ട്രൈക്കും മന്ത്രി പറയുന്നു ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കും എന്നുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രതികരണം? അതൊക്കെ ഒരു മന്ത്രി, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് യോജിച്ചതാണ് ഒരു സമരത്തിന് ഇങ്ങനെ നേരിടൽ. ഞങ്ങളുടെ ലൈസൻസ് തന്നത് നിങ്ങളാണ്, ഈ പോസ്റ്റ് മിഷൻ തന്നത് ഞങ്ങളാണ്. മിനിസ്റ്റർ പറഞ്ഞു ശരിയാണ്, ഒക്കെ നിങ്ങൾ തന്നെയാണ്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി കൊടുക്കുന്നത് നിങ്ങളാണ്, ഡോക്ടർമാർക്ക് ജോലി കൊടുക്കുന്നത് നിങ്ങളാണ്. അവിടെയൊക്കെ ഇവിടെ സമരം നടന്നിട്ടുണ്ട്. KSRTC എന്തായാലും റേഷൻ വ്യാപാരികൾ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. സമരവുമായി മുന്നോട്ട് പോകാൻ, പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ നീക്കം എന്നുള്ളതുമാണ്. ഷീന മാർട്ടിൻ കൂടി ചേരുന്നുണ്ട്. ഷീന, നമുക്കറിയാവുന്നതുപോലെ 2 തവണ ചർച്ച നടത്തി പരാജയപ്പെട്ടതാണ്. ഇതിപ്പോൾ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ലൈസൻസ് അടക്കം റദ്ദാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഭക്ഷ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ആതിര, ചർച്ച ചെയ്യാൻ റേഷൻ വ്യാപാരികൾ തയ്യാറാണ്. കാരണം കഴിഞ്ഞ 2 ചർച്ചകളിലും യാതൊരു മടുപ്പും കൂടാതെയാണ് റേഷൻ വ്യാപാരികളെല്ലാം പങ്കെടുത്തത്. റേഷൻ വ്യാപാരികൾ പറയുന്നത് പോലെ തന്നെ ഒരു ദിവസം 600 രൂപ പോലും ലഭിക്കാതെയാണ് അവർ പണിയെടുക്കുന്നത്. അവർക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നില്ല. ഇനി ആ വേതനം ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ എത്തുന്നില്ല. കഴിഞ്ഞയാഴ്ചയായിരുന്നു നവംബർ മാസത്തെ ശമ്പളം പോലും അവർക്ക് എത്തിയത്. അത്തരത്തിലൊരു അവഗണനയാണ് റേഷൻ വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ അവഗണനയോടാണ് അവർ പോരാടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാണ്. ഈ റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ 78 താലൂക്കുകളിലും നടത്തുന്ന പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുന്നത് കടയടപ്പ് സമരം പൂർണ്ണമാക്കി റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അവരാണ് ഇന്നത്തെ ഈ പ്രതിഷേധ പ്രകടനത്തിനും ധർണയ്ക്കുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഇതിനു മുൻപും ഇതേപോലെ തന്നെ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. തിരുവനന്തപുരം പാളയത്തുമൊക്കെ വെച്ച്, രക്തസാക്ഷി മണ്ഡപത്തിലുമൊക്കെ വെച്ചുള്ള സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോഴൊക്കെയും ആ സമരങ്ങളിലൊക്കെ പങ്കെടുത്തത്, ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇപ്പോഴത്തെ LDF കൺവീനറും കൂടിയായിരുന്നു, TP രാമകൃഷ്ണനും കൂടിയായിരുന്നു. അപ്പോൾ സമരത്തിൽ ന്യായമുള്ളതാണ് എന്നുള്ള തരത്തിലാണ്. പിന്നീട് എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും അവരുടെ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ന്യായമായ കാര്യങ്ങൾക്ക് നിലകൊള്ളാത്തത് എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് റേഷൻ വ്യാപാരികൾ ഉയർത്തുന്നത്. ആതിര, തന്നെയാണ് അഞ്ജു. എന്തായാലും സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ 2 വട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. 2 വട്ടത്തെയും ചർച്ച പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്ന് മുതൽ ഈ സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്നടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഭക്ഷ്യമന്ത്രി അടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഭീഷണികളെ ഒന്നും വകവയ്ക്കാതെയാണിപ്പോൾ റേഷൻ വ്യാപാരികൾ ഇത്തരത്തിൽ ഈ സമരത്തിലേക്ക് കടക്കുന്നത്. അഞ്ജു ജയപ്രകാശ് കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജു, നമുക്കറിയാവുന്നതുപോലെ ഈ ശമ്പള പരിഷ്കരണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ശമ്പള വർധന ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാം എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ സർക്കാരിൻ്റെ നിലപാട്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ റേഷൻ വ്യാപാരികൾ ഇത്തരത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്കാണ് റേഷൻ വ്യാപാരികൾ കടന്നിരിക്കുന്നത്. ഇന്ന് മുതൽ റേഷൻ വിതരണം അങ്ങനെ സ്തംഭനത്തിലേക്ക് എന്നുള്ളതാണ്. അഞ്ജു ജയപ്രകാശുണ്ട്. അഞ്ജു, ഈ പറഞ്ഞതുപോലെ തന്നെ ശമ്പള വർധന അടക്കമാണ് ഈ റേഷൻ വ്യാപാരികളുടെ ആവശ്യം. അതിൽ ശമ്പള വർധന ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് സർക്കാരും പറയുന്നു.
അതായത് അതിന് ഈ വേതന പാക്കേജ് ഉൾപ്പെടെ നടപ്പാക്കിയാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഈ റേഷൻ വ്യാപാരികൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ഈ ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെ പലതവണ സമീപിച്ചതാണ്. പക്ഷേ അവർ പറയുന്നത് മുഖ്യമന്ത്രി ഇടപെട്ട് ഉറപ്പ് നൽകിയാൽ മാത്രമേ പിന്മാറുള്ളൂ എന്ന തരത്തിലുള്ള നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. 14,000-ലധികം വരുന്ന റേഷൻ ഇതാണ് ഇപ്പോൾ സ്തംഭിക്കുക എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ സംഘടനകൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന 4 ആവശ്യങ്ങളായിരുന്നു. അതിൽ 3 എണ്ണം നടപ്പാക്കി എന്നുൾപ്പെടെ കഴിഞ്ഞ ദിവസം മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഘട്ടം ഘട്ടമായിട്ട് സർക്കാരിന് നടപ്പാക്കാൻ സാധിക്കുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ഒന്നും തൃപ്തമല്ല. കാരണം മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്നൊരു പിന്മാറ്റം പ്രതീക്ഷിക്കേണ്ടൂ എന്നതാണ് വ്യാപാരികളുടെ തീരുമാനം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും വാതിൽപ്പടി വിതരണക്കാർ ഇത്തരത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ഈ കടകളിൽ എത്തിച്ചാലും അത് ധാന്യങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അത് ഈ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ സംസ്ഥാനത്തുള്ള ഈ അർഹരായിട്ടുള്ള ഒരാൾക്കും ഈ റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവില്ല, അതിലൊക്കെ കൃത്യമായി ഉറപ്പ് പാലിക്കപ്പെടും എന്നതാണ് മന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റേഷൻ കടകൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് ഈ വ്യാപാരികളുടെ സമരം എങ്ങനെ പോകുമെന്നുള്ളത് ഇന്ന് അല്പസമയത്തിനകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആതിര. ശരി, അത്തരത്തിൽ തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ശമ്പള വർധന അടക്കമുള്ള വേതന കാര്യങ്ങളിലടക്കം ഒരു തീരുമാനം വന്നാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ അല്ലെങ്കിൽ സമരം പിൻവലിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് റേഷൻ വ്യാപാരികൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രമ്യ ദാസും ഷീന മാർട്ടിനുമൊപ്പം അഞ്ജു ജയപ്രകാശ്, തിരുവനന്തപുരത്ത്.